ഹായ് ഫ്രണ്ട്സ്, നത്തോലി ഒരു ചെറിയ മീനല്ല, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇന്നിപ്പോൾ കുറച്ച് നത്തോലി കിട്ടിയായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് മസാലയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. ഇനിയിപ്പോൾ ഒരു ബാസ്ക്കറ്റിൽ എയർ ബാസ്ക്കറ്റിലോട്ട് എയർ ഫ്രയറിൽ ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകട്ടോ. എൻ്റെ അഗ്രോയുടെ 6 ലിറ്ററിൻ്റെ എയർ ഫ്രയറാണ്. നിങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, അഗ്രോ എയർ ഫ്രയറിൻ്റെ. അപ്പോൾ ആ എയർ ഫ്രയറിൽ ബാസ്ക്കറ്റിലോട്ട് എയർ ഫ്രയറിനകത്തോട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് പതിയെ ആ ബാസ്ക്കറ്റൊക്കെ അകത്ത് വെച്ചതിന് ശേഷം ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് എയർ ഫ്രയറിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എത്ര നേരം വെച്ച് ഇങ്ങനെ ഫ്രൈ ആയി കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. നത്തോലി ഫ്രൈ ചെയ്യുക. അതിനുവേണ്ടി ഞാൻ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യുക. ഏകദേശം ഒരു 190°C 10-20 മിനിറ്റത്തേക്കാണ് ഞാൻ വെക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഫ്രൈ ആയി വരുന്നത്. ഇപ്പം ഞാൻ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റായി. ഇനി അടുത്ത ടൈമൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഇതായിപ്പോൾ ഏകദേശം ഇതായി. അത് നമ്മുടെ എയർ ഫ്രയർ ഓൺ ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് കുറച്ച് നേരം നോക്കാം. ഏകദേശം ഇപ്പോൾ ഒരു 12 മിനിറ്റ് ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം എന്തുമാത്രം എങ്ങനത്തോളം ഫ്രൈ ആയിട്ടുണ്ടെന്ന് നോക്കാം. നോക്കാം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു നല്ല രീതിയിൽ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ നത്തോലി. അപ്പം അങ്ങനെ നമ്മുടെ എയർ ഫ്രയർ ഇത് ഓഫായി. ഏകദേശം നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനെല്ലാം ഫ്രൈ ആയെന്ന് തോന്നുന്നു. നമുക്കൊന്ന് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ സാധാരണ എണ്ണ വറക്കുന്ന പോലെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. ഏകദേശം നമ്മൾ ബാസ്ക്കറ്റൊക്കെ വെളിയിലോട്ട് എടുക്കുക. ആ എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മൊരിഞ്ഞ് ഫ്രൈ ആയ നത്തോലിയാണ് കേട്ടോ കാണുന്നത്. നമുക്ക് ആ പ്ലേറ്റിലോട്ട് ഇട്ട് നോക്കാം. ആ പ്ലേറ്റിൽ ഇടുമ്പോൾ തന്നെ ആ ബാസ്ക്കറ്റിനകത്തൊക്കെ കിടന്ന ആ കിരിയിൽ ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നത്തോലി ഫ്രൈ കഴിക്കാത്തവരാരും ഉണ്ടാകത്തില്ല. അമ്മാര് നമ്മൾ എണ്ണയെ വറക്കുന്ന അതേപോലെ തന്നെ നത്തോലി ഫ്രൈ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എയർ ഫ്രയറിൽ നത്തോലി ഫ്രൈ. അപ്പം ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.